ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാം അറിയാം. അവള് ലോൺ എടുത്തു, വീട് വെച്ചു. അപ്പൊ PR എന്നാ പിന്നെ ഞാൻ എന്തോ സാർ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി. എനിക്ക് ഏറ്റവും കൂടുതൽ റീ എൻട്രി കയറാൻ ആഗ്രഹിച്ചതും കൊതിയായതും എനിക്ക് അക്ബറിനെ. ഒരു സാഹചര്യത്തോട് നമ്മൾ ക്ഷമിക്കണം. രണ്ട്, അവർ ചിന്തിക്കാതെ പറഞ്ഞ കാര്യങ്ങളോട് നമ്മൾ ക്ഷമിക്കണം. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് എനിക്കൊരു സന്തോഷം തോന്നിയ ഒരു വീഡിയോ ഞാൻ കണ്ടു. അനീഷിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പുള്ളി ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, പുള്ളിക്ക് ഒരു 10 ലക്ഷം രൂപ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നൽകിയിട്ടുള്ളൊരു വീഡിയോ, ഒരു വോയിസ് റെക്കോർഡാണ്. അതിലെ ജോയി പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഇതുപോലെ 10 ലക്ഷം രൂപ അനീഷിന് തരുന്നുണ്ട്, നാളെ കാലിക്കറ്റിൽ വന്ന് ആ ഒരു ചെക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സന്തോഷം തോന്നിയൊരു നിമിഷം, എനിക്ക് സന്തോഷം തോന്നി പേഴ്സണലി. ഇനി എത്ര ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് എനിക്കറിയത്തില്ല. കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, കുരുപൊട്ടി കാണാം. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്ക് സന്തോഷം തോന്നുന്നു. കാരണം അത് അംഗീകരിക്കുന്നൊരു എമൗണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ. ആ ഒരു ഗിഫ്റ്റായിട്ട് വേണമെങ്കിൽ കൂട്ടാം. അത് അർഹതപ്പെട്ടൊരു ഗിഫ്റ്റാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു കോമണറായിട്ട് കയറി പോയിട്ടൊരു 100 ദിവസം അത്രയും സെലിബ്രിറ്റികളുടെ കൂടെ നിൽക്കണമെങ്കിൽ, കാരണം എന്നിട്ട് അയാൾ ഈ പറഞ്ഞിട്ടുള്ള കപ്പ് കിട്ടാത്തതിൻ്റെ വിഷമം അനീഷിനുണ്ട്, അത് വേറെ കാര്യം. 100 ദിവസം നിന്നിട്ട്, കാരണം അനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അനീഷ് കപ്പ് എക്സ്പെക്റ്റ് ചെയ്ത്, ഞാൻ കപ്പ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് അനീഷ് വിചാരിച്ചു. പക്ഷെ എനിക്ക് ആ ഒരു ഗ്രാൻഡ് ഫിനാലെ ലാലേട്ടൻ അനുവിനെ കൈ പൊക്കുന്ന സമയത്ത് അനീഷിനെ ശ്രദ്ധിച്ചാൽ മതി, പുള്ളിക്കാരന് നല്ല വിഷമമുണ്ട്. പക്ഷെ അനീഷ് ഒന്ന് വിചാരിച്ചു, അനീഷിനാണ് കിട്ടുന്ന, അനീഷിൻ്റെ കൈയാണ് ലാലേട്ടൻ പൊക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ കപ്പ് അനുവിനാണ് കിട്ടിയിട്ടുള്ളത്. കപ്പും അതുപോലെ 42 ലക്ഷം രൂപയും പിന്നെ ഒരു കാറും. പിന്നെ അനീഷിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി, പല ആൾക്കാർക്കും പല അഭിപ്രായമായിരിക്കും അനീഷിൻ്റെ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അനീഷ് കളിച്ചിട്ടുള്ളത്. ഓരോ ആൾക്കാരെ അവരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് അവർ അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷേ എനിക്ക് അനീഷിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് എന്നൊരു മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. കാരണം ഈ ഒരു സീസൺ, ഒരു ബിഗ് ബോസ് സീസൺസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1 തൊട്ട് 6 വരെ, 7 വരെയുള്ള സീസൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും വായിന്ന് ചീത്ത വാക്കുകളും അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ അനീഷ് എന്നുള്ളൊരു വ്യക്തിയുടെ ക്വാളിറ്റി അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വായിന്ന് ഇതുവരെ ഒരു ചീത്ത വാക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ, പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടില്ല. അതാണ് പുള്ളിക്കാരൻ്റെ ക്വാളിറ്റി. അപ്പം എന്തുകൊണ്ടും പുള്ളിക്കാരൻ ആ ഒരു എമൗണ്ട് കിട്ടിയതിൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കാം. പുള്ളിക്കാരൻ ആ എമൗണ്ട് ഈ പറഞ്ഞിട്ടുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് റോയി പുള്ളിക്കാരൻ വിളിച്ച് പറയുന്നതും അത് പറയുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ വയ്ക്കാം, നിങ്ങളൊന്ന് കണ്ടുപോകേ. ഹലോ, അനീഷ് ഓക്കെ, കൺഗ്രാജുലേഷൻ. ഓക്കെ, ഞാൻ ഡോക്ടർ റോയ് സാർക്ക് കൊടുക്കാം. ഒരു മിനിറ്റ്. അനീഷ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സാർ. നമ്മുടെ പോലെയൊക്കെ താനും ഒരു സാധാരണക്കാരനാണ്, ഞാനും സാധാരണക്കാരനാണ്. അപ്പോ ഒരു 10 ലക്ഷം രൂപ പ്രൈസ്. താങ്ക് യു സാർ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രമാത്രം സന്തോഷമുണ്ട്. എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം. ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോൾ ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന്, കടവുന്ന്. ഓക്കെ സാർ. ഞാൻ എബിലിന് കൊടുക്കാം. ഒരു നിമിഷം കേട്ടോ. എന്റെ ബ്രദറും കൂടിയാണ് എബില്. ഒറ്റ സെക്കൻഡ് കൊടുക്കാം. എന്തോ സാർ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. താങ്ക് യു. ഇത് ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ല. ഇത് സ്വന്തം മനസ്സിൽ. അപ്പൊ എനിക്ക് വന്നൊരു നല്ല ഫീലിംഗ് ആണ്. അത് ഒരു പ്രൈസ് തരണം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. തൊഴു കൈകളോടെയാണ് കേട്ടോ പറയുന്നത്. താങ്ക് യു. ഒരു സെക്കൻഡ് എബിലിന് കൊടുക്കാം. അനീഷ്, കാലത്ത് 10 o'clock ആകുമ്പോഴത്തേക്ക്, ഒരു 9 o'clock ആകുമ്പോഴത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ. 10 10 o'clock സാറിന് കറക്റ്റ് ടൈം ആവാണ്ടിരിക്കണേ, എത്തണം കേട്ടോ അവിടെ. ശരി ശരി. ഓക്കെ അനീഷ്, ഓക്കെ, കൺഗ്രാജുലേഷൻ, ഗോഡ് ബ്ലസ്. താങ്ക് യു. ഓക്കെ അനീഷ്, ഓക്കെ, അറിയാം, സന്തോഷം അറിയാം. ഓക്കെ, ശരി, ഓക്കെ. എനിക്ക് തോന്നുന്നു അനീഷിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലേ. മൈജി കൊടുക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള സമ്മാനങ്ങൾ, ഫോണ്, പിന്നെ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അനീഷിന്. അതിൻ്റെ കൂടെയാണ് ഈ ഒരു 10 ലക്ഷം രൂപയും.
ഓക്കെ, ഇനി അടുത്ത് നോക്കാം. റീ എൻട്രി അല്ല, റീ എൻട്രിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ റീ എൻട്രി കയറാൻ ആഗ്രഹിച്ചതും കൊതിയായതും എനിക്ക് അക്ബറിനെ ഒന്നുകൂടി കാണണം. അവിടെ വെച്ചിട്ട് അക്ബറിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. തിരിച്ചു കയറിയപ്പോൾ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പറ്റി. അവൻ്റെ കൂടെ കുറച്ച് നാൾ എനിക്ക് ആ വീടിനുള്ളിൽ വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാവരെയും കാണാൻ സാധിച്ചു. ഇവര് ഈ റീ എൻട്രി കാരണം ഇവര് കയറിപ്പോയിട്ട് ഇപ്പൊ അപ്പാനി പറയുന്നുള്ളൂ, റീ എൻട്രി കാരണം അപ്പാനിക്ക് ഉണ്ടായ ഗുണങ്ങൾ എന്നൊക്കെ. ഈ റീ എൻട്രി കാരണം ഏറ്റവും ഗുണം ഉണ്ടായിട്ടുള്ള അനുമോക്കാണ്. അനുവിന് കപ്പടിക്കാൻ വേണ്ടിയിട്ടുള്ള റീ എൻട്രി ആണ് ഇവർ നടത്തിയത്. വെളിയിൽ നിന്ന് കുറേ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് ഈ അപ്പാനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശൈത്യ ആയിക്കോട്ടെ, ബിൻസി ആയിക്കോട്ടെ, ഇവരൊക്കെ ചേർന്നിട്ടൊരു ഗ്രൂപ്പ് പ്ലാൻ ചെയ്ത് വെളിയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നല്ല പ്ലാൻ ചെയ്തിട്ടാണ് അകത്ത് കയറിപ്പോയിട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞിട്ടുള്ള റീ എൻട്രി കൊണ്ട് ഗുണം ചെയ്തിട്ടുള്ളത് അനുവിനാണ്. അല്ലാതെ അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നുകൂടെ അക്ബറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടെ ഇത് ചെയ്യാനോ അതൊന്നുമല്ല. അത് നീ പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് റീ എൻട്രിയുടെ കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വന്നിരുന്ന് മെഴുകാനേ പറ്റത്തുള്ളൂ, അത് വേറെ കാര്യം. എനിക്ക് നാളെ പോണ ഫിസിയോതെറാപ്പി ഞാൻ പോളിസിന് കണ്ടാ അല്ലയോ പറഞ്ഞപ്പോ ഉടനെ വിട്ടു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിടുമായിരിക്കും, നാളെ ബഹറിൽ ഇതൊക്കെ പറഞ്ഞ ആളാ. ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാം അറിയാം. അവിടെ ലോൺ എടുത്തു, വീട് വെച്ചു. അപ്പൊ PR എന്നാ പിന്നെ ഞാൻ എവിടെങ്കിലും ഒരു PR-നെ കൊണ്ട് പോകാം. ഒരു 50 ലക്ഷം രൂപയും കൈവച്ച് വളരെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട ഒരു കുട്ടി. എനിക്കൊന്ന് മല്ലിക സുമാരിയും അതുപോലെ അനുമോളും തമ്മിൽ ഒരു സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പം ഇവരും പറയുന്നത് അനുമോള് ഈ പറഞ്ഞിട്ടുള്ള 16 ലക്ഷം രൂപയൊന്നും കൊടുക്കാൻ പുള്ളിക്കാരിയുടെ ഇല്ലെന്നാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് അല്ലേ. അപ്പം ഇവരൊന്നും കള്ളം പറയത്തില്ല, കാരണം നമുക്ക് അതിലൂടെ വിശ്വസിക്കാനേ ഉള്ളൂ. ഈ 16 ലക്ഷം രൂപയൊന്നും കൊടുക്കാൻ പുള്ളിക്കാരിയുടെ കയ്യിൽ ഇല്ല. ഉണ്ടെങ്കിലാണ് ഇവരൊക്കെ ഇങ്ങനെ പറയൂടെ. ഇവരൊക്കെ പറയുന്നതിലൂടെ തന്നെ നമുക്ക് വിശ്വസിച്ചൂടെ 16. പിന്നെ എന്തെങ്കിലും കൊടുത്ത് കാണും, അത് വേറെ കാര്യം. എന്തെങ്കിലും ചിലപ്പം ഈ വിനു എന്ന് പറഞ്ഞ ആൾ ചിലപ്പം അനുവിൻ്റെ PR ഏറ്റെടുത്തിട്ടുള്ള ബിനു ചിലപ്പം 1 ലക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അതിൽ നിന്ന് എന്തെങ്കിലും കൂട്ടി എന്തെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് കപ്പടിച്ചതിൻ്റെ പുറത്ത് ചിലപ്പം കൊടുക്കുമായിരിക്കാം. ചിലപ്പോൾ 2 ലക്ഷം കൊടുക്കുമായിരിക്കും, 3 ലക്ഷം കൊടുക്കുമായിരിക്കും, 4 ലക്ഷം കൊടുക്കുമായിരിക്കും. എന്നാലും 16 ഒന്നും കാണത്തില്ലേ. ഈ 10 ലക്ഷം രൂപ കൊടുത്താലും 16 ഒന്നും കാണാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരൊക്കെ അല്ലെങ്കിൽ ഇവരൊന്നും ഇങ്ങനെ പറയത്തില്ലല്ലോ. ഇവരൊക്കെ എല്ലാവരും ഒരുപാട് ആൾക്കാർ ഇതുപോലെ അനുവിൻ്റെ ഈ ഒരു കേസുമായിട്ട് 16 ലക്ഷം രൂപയുടെ PR-ഉമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒന്നാമത് പൈസ പുള്ളിക്കാരി ചിലവാക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, പുള്ളിക്കാരിയുടെ പൈസ കിട്ടുന്ന പൈസ എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള ലോൺ അടയ്ക്കാനും അതിനടയ്ക്കാനും ഇതിനൊക്കെയാണ് പുള്ളിക്കാരി ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. 16 ലക്ഷം ഉണ്ടെങ്കിൽ ഇതിലേക്ക് പോകേണ്ട കാര്യമില്ലെന്നൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ മല്ലിക സുമാരിയും പറയുന്നത്. അടുത്ത ഇനി ഒരു മോട്ടിവേഷൻ കേൾക്കാം. മോട്ടിവേഷൻ ആയിക്കോട്ടെ. കുറിച്ച് അവർ ചിന്തിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കാതെ സംസാരിക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ ചിലപ്പോൾ അവരുടെ വായിൽ നിന്ന് വരും. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സത്യമായിട്ടും ആ കുടുംബജീവിതം തകരും. അപ്പോൾ നമ്മൾ അവരോട് ക്ഷമിക്കേണ്ട 2 എണ്ണമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. 1, നമ്മൾ അവരെ കണ്ടുമുട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ ജീവിത സാഹചര്യത്തോട് നമ്മൾ ക്ഷമിക്കണം. 2, അവർ ചിന്തിക്കാതെ പറഞ്ഞ കാര്യങ്ങളോട് നമ്മൾ ക്ഷമിക്കണം. 3, അവരുടെ തെറ്റായ ചില തീരുമാനങ്ങളുണ്ട്, അതിനോട് നമ്മൾ ക്ഷമിക്കണം. പലപ്പോഴും നമ്മുടെ ജീവിത പങ്കാളിക്ക് സംഭവിക്കാവുന്നത് നമ്മളെ അനുസരിക്കാതെ ചിലപ്പോൾ തെറ്റായ ചില തീരുമാനങ്ങൾ എടുക്കും. സാമ്പത്തികമായ ചില ക്രമക്കേടുകളാകാം, ചിലപ്പം അവർ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുന്നതാകാം, ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടതാകാം, ചിലപ്പോൾ ഇനി ഇയാളെ മോട്ടിവേഷൻ കേട്ടിട്ട് ഇയാൾ തന്നെ ഇയാളെ പെണ്ണുമ്പുഴയുടെ തല തല്ലി പൊളിച്ചത് അതും കൂടെ ഒന്ന് കാണാം. എന്റെ സ്വന്തം മോൾ ചത്ത. എന്തല്ലേ അഴുക്ക് പയലുകൾ. മോട്ടിവേഷൻ്റെ പേരിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കിടക്കുന്ന 2 ടീമുകൾ, അല്ലാതെ എന്താ പറയുക അല്ലേ. ഇതിപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ചാരിറ്റി ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇപ്പം ഫിലോകാലിയ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷനൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ അവിടെ ചെന്നിട്ട് ഇത് ധനസഹായമൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ടീംസിനൊന്നും കൊടുക്കരുത്, അതാണ് വേണ്ടത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ ഇതുപോലുള്ള തട്ടിപ്പ് ഉടായ്പ ടീമുകൾക്ക് കൊടുക്കാതിരിക്കും, അതാണ് വേണ്ടത്. ഇവരൊക്കെ കുറേ ഉണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കഴപ്പാണ് ഈ കാണിക്കുന്നത് അല്ലേ. മോട്ടിവേഷൻ എന്നും പറഞ്ഞിട്ട് ദാമ്പത്യ ജീവിതത്തിൽ മോട്ടിവേഷൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ വന്ന് ഈ പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ടിരുന്നിട്ട് സ്വന്തം കുടുംബത്തിൽ സെൽഫ് മോട്ടിവേഷൻ ചെയ്യാനുള്ള ഒരു ഇതും ഇവർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം ഭാര്യയുടെ തല
സെറ്റപ്പ് ബോക്സോ എന്താണ്ട് എടുത്ത് വെച്ച് അടിച്ചു പൊട്ടിച്ചേക്കുന്നല്ലേ. ഇതിനൊക്കെ എന്താണ് പറയുന്നത്? ഇതൊക്കെ കേട്ട് ഇവരെ മോട്ടിവേഷൻ കേൾക്കാനെ കൊണ്ട് പൈസയും കൊടുത്ത് പോയിരുന്ന് കേൾക്കുന്ന ആൾക്കാരെ വേണം പറഞ്ഞാൽ മതി, അല്ലാതെ എന്ത് പറയാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. See you.